നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും സിവിൽ സർവീസിൻ്റെ ആദ്യ പടവുകളിലേക്ക് സ്വാഗതം. ഈ വീഡിയോ വഴി ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സിവിൽ സർവീസ് പ്രിലിംസിനെ കുറിച്ചൊരു ബോധം ഉണ്ടാക്കി കൊടുക്കുകയും അവർക്ക് ഡിഗ്രി കഴിയുമ്പോൾ സിവിൽ സർവീസ് എഴുതാൻ സാധിക്കുന്ന രീതിയിൽ അവർ വളർത്തിയെടുക്കുകയും അവർക്ക് നന്നായിട്ട് ഈ എക്സാംസൊക്കെ എഴുതാൻ സാധിക്കുന്ന ലെവലിലേക്ക് എത്തിച്ചേർക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ചെറിയൊരു പരിശ്രമമാണ്. ഈ വീഡിയോസൊക്കെ ഒരു എഡിറ്റഡ് വെർഷൻസ് ആയിരിക്കുകയില്ല, അപ്പോൾ ഇടയ്ക്ക് വരെ ലാഗൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാ ദിവസവും ഓരോ വീഡിയോയിലും 10-20 സിവിൽ സർവീസിൽ കഴിഞ്ഞ സിവിൽ സർവീസ് എക്സാംസിനൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ ഞാനിവിടെ പറയുകയും അതിനുള്ള ഉത്തരം കുട്ടികൾക്ക് കമൻറ്റ്സ് ബോക്സിൽ ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുകയോ ആകാം. ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, അവർക്ക് സിവിൽ സർവീസ് എന്തൊക്കെ തരം ക്വസ്റ്റ്യൻസാണ് വരുന്നതെന്നും അതിൻ്റെ ഓപ്ഷൻസ് ഏതൊക്കെ സാധാരണ വരുന്നതിനൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻസിൻ്റെ ഒരു ആൻസേഴ്സ് പറഞ്ഞാൽ അവർ പോയി പഠിക്കുകയില്ല. അപ്പോൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് അതിന് ആൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർക്കത് ഓർമ്മയിൽ നിൽക്കുകയും ഹൈസ്കൂളിൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്താൽ 10, 11, 12 ഡിഗ്രി ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ആകുമ്പോഴത്തേക്കും അവർക്ക് നല്ലൊരു പ്രാക്ടീസ് കിട്ടുക മാത്രമല്ല അവർക്ക് മറ്റ് എക്സാമിനേഷൻസിനോ അല്ലെങ്കിൽ ടെസ്റ്റുകൾക്കോ പ്രിപ്പയർ ചെയ്യാനും ഇത് ചെറിയൊരു സഹായമായിരിക്കും. ഇത് ഫുൾ വേർഷൻ അല്ല, നോർമലി ഇത് ജസ്റ്റ് ഒരു ബേസിക് ക്വസ്റ്റ്യൻസ് മാത്രം. ഓൾറെഡി ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പുതിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കുകയില്ല. എല്ലാവരും ഇതൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് കരുതുക. അഡ്വാൻസ് ആയിട്ടോ ഒന്നും പ്രതീക്ഷിക്കരുത്. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കുട്ടികൾക്ക് സിവിൽ സർവീസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടിയാണ്. പിന്നെ ഫ്യൂച്ചറിൽ നമ്മുടെ എല്ലാവരുടെയും ഇൻട്രാക്ഷൻ പോലെ ഇരിക്കും. ഇഫ് എവറിത്തിങ് ഗോസ് ഗുഡ് വി വിൽ പ്ലാൻ സംതിങ് ബിഗ് ഓൾസോ, ബട്ട് ഫോർ ടൈം ബീങ് ഇറ്റ് വിൽ ബി ബേസിക്സ്. I will be sharing the previous questions with everyone. You can either comment or practice at home and you can learn. There's nothing wrong or right here and no one is perfect. So ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് സ്ക്രീനിൽ ഉണ്ടായിരിക്കുകയില്ല. So I will just explain here and you will note it down. The word Hindu as a reference to the people of Hind or India was first used by. ഹിന്ദു എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് ആര്? സെക്കൻഡ്, who among the following was a Brahmavadini who composed some hymns of Vedas? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. Who among the following was a Brahmavadini who composed some hymns of the Vedas? മൂന്നാമത്തെ, in Sanskrit plays written during the Gupta period, women and Sudras speak. സാൻസ്ക്രിറ്റ് നാടകങ്ങളിൽ ഗുപ്ത സമയത്ത് സ്ത്രീകളും ശൂദ്രന്മാരും ഉപയോഗിച്ചത് ഏത് ഭാഷയാണ്? നാലാമത്തെ ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ, the name by which Ashoka is generally referred to his inscription is? The name by which Ashoka is generally referred to his inscription is? Fifth question, the term Yavanapriya mentioned in an ancient Sanskrit text denoted? The term Yavanapriya mentioned in Sanskrit denoted
ആറാമത്തെ the sixth one, the concept of anuvrata was advocated by ഇന്നത്തേക്ക് ഈ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ജസ്റ്റ് നിങ്ങൾ അറിയിക്കാൻ വേണ്ടി. ഇതായിരിക്കും നമ്മുടെ ഫോർമാറ്റ്. ഓപ്ഷൻസ് ഇനി മുതൽ ഓപ്ഷൻസ് വേണമെങ്കിൽ പറയുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം ഓപ്ഷൻസ് കൂടി ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് മാത്രം ഇടാം. കാരണം ക്വസ്റ്റ്യൻസ് മാത്രം ഇട്ടാൽ ഗുണം നിങ്ങൾ ഒന്നുപോയി പഠിക്കും, നന്നായിട്ട് റിസർച്ച് ചെയ്യും. ഓപ്ഷൻസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്ഷൻസ് മാത്രം നോക്കിയെടുക്കും, എന്നിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ നോക്കും. അപ്പോൾ നിങ്ങൾ റിസർച്ച് ചെയ്യില്ല. സിവിൽ സർവീസിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് റിസർച്ചാണ്. സോ ഇഫ് യു റിസർച്ച് മോർ you will learn more. So see you next time with the next video. Till that time, take care, study well and enjoy. Thank you.